നമുക്കിനിയിപ്പോ കുടിക്കാൻ പോവുകയാണ്. പറയരുത് കേട്ടോ. ഇച്ചിരിയും കഴിച്ചത് അതിന്റെ അറ്റം മാത്രം. കാറ്റുമല്ല പോകുന്നുണ്ട് വീടില്. പിന്നെ തൈരുണ്ട്, കപ്പയുണ്ട്, സമ്മന്തിയുണ്ട്. ആ കൊഞ്ച് തീർന്ന് ഇന്ന് ഞാൻ കൊല്ലും. ആൻഡ് ദിസ് തിങ് ഈസ് നമ്മൾ കുടിക്കുന്നത് അടിപൊളിയായിട്ട്. കാന്താരി മുളകും ചെറിയുള്ളിയും തേങ്ങയും. ഉപ്പിട്ടില്ല. അയ്യോ എന്റെ സാധനം എന്താ പോയി. എന്റെ മിസ്സി. തട്ടിപൊളി. അപ്പോൾ നമ്മൾ ജിമ്മൊക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നലെ വൈകിട്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് രാവിലെ പഴിഞ്ഞ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഒക്കെ രാവിലെ നമ്മൾ ഇന്നലെ വേവിച്ചിട്ട് നമ്മുടെ കുക്കറിനകത്ത് എടുത്ത് വെച്ചതായിരുന്നു അരി. അതാണത്. നമ്മുടെ റൈസ് കുക്കർ ഉണ്ടല്ലോ, അതിന് റൈസ് കുക്കർ എന്നല്ലേ പറയുന്നത്, വെച്ചത്. നമ്മുടെ കപ്പ അവിടെ കുക്കറിനകത്ത് തന്നെ ഉണ്ട്. തേങ്ങ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ പ്രോൺസ്, പിന്നെ തൈര് ഇവിടെ. ഓക്കെ, ഇതിനകത്ത് തേങ്ങ ഇടുന്നു. അതിനകത്തൊക്കെ എന്തൊക്കെയാ ഇടുന്ന ചോദിച്ചു? തേങ്ങ, ചെറിയുള്ളി, പുളി ഇടൂ, ചെറിയുള്ളി, ഉപ്പ്, മുളക് പൊടി, ഞങ്ങൾക്ക് രണ്ടുപേർക്കും മുളകും ഉപ്പും എത്ര കയറിയാലും മതിയാവൂല. ഓക്കെ, അടുത്തത് പുളി. ഇത് നമ്മൾ കടന്ന് വെച്ചാൽ വിടുന്നുണ്ടെന്നാണോ? അല്ലോ, വാളംപുളി ഇടുന്നേ. ഓക്കെ, ഇതിനകത്ത് അരി ഉണ്ടോ അതോ അരി കളഞ്ഞോ അവര് കട വെച്ചേക്കുന്നത്? ആ, വാളംപുളിക്കകത്ത് അരി ഉണ്ടാവും. ആ, കുരു അത് തന്നെ. ഞങ്ങളുടെ പത്തനംതിട്ടയുടെ ഭാഷയാണ് വല്ലാതെ അങ്ങ്. എനക്കും ഒരു അവസരം കിടക്കും. എനിക്ക് പാത്തിക്കളോ. ഇത്രയും കാന്താരി വേണ്ടേ? ഇത്രയോ? ഒരു രണ്ടാളുള്ള പുറയിലേക്ക് ഇത്ര നിങ്ങൾ നോക്ക്. അല്ല, അങ്ങനെ 1/2 കിലോ കാന്താരി എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചതാ. ഞാൻ പിന്നെ പറഞ്ഞു വേണ്ട കേട്ടാ, രണ്ടുപേരെ എടുക്കാവോ? കെട്ടുപോവും. അതെന്താ കെട്ടുപോവാന്ന് പറഞ്ഞ? അഴുക്കായി പോവാ, അങ്ങനെ വേണം പറയാൻ. അതെന്താ കപ്പയുടെ വറവാ? വറവ് മിക്സിക്കകത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. കാന്താരി ഇട്ടോ? കാന്താരി മുളകും ചെറിയുള്ളിയും തേങ്ങയും. ഉപ്പിട്ടില്ല. അയ്യോ എന്റെ സാധനം എന്താ പോയി. എന്റെ മിസ്സി. അയ്യോ, എടുത്ത് മാറ്റി വെക്കും, നോക്കാം. അത് മാറ്റാ ഇനി. അങ്ങനെ ഗൈസ്, ഞങ്ങളുടെ മിക്സിയുടെ ബ്ലേഡ് ഊരി പോയിരിക്കുകയാണ്. അത് അതിനകത്ത് കയറ്റി വെക്കുന്നതായിരിക്കും. അത് കയറ്റി വെക്കാൻ കുഴപ്പമില്ല. സ്ക്രൂ ആ കയറ്റി വെക്കാൻ. പുതിയ മിക്സിയോ? 1 വർഷമായി ഈ സാധനം വാങ്ങിച്ചിട്ട്. അത് നോക്കേ, ആ കപ്പയുടെ കൂടി ഇനിയുള്ള സ്ക്രൂവും സ്ക്രൂ ഡ്രൈവറും ഒന്നും തിന്നാൻ പറ്റൂലേ. ഓക്കെ, നമ്മള് കപ്പയുടെ അരപ്പ് ചേർത്തിരിക്കുകയാണ്. ഇനി ഇത് നമുക്ക് തുടുപ്പ് കൊണ്ട് കുത്താൻ, തുടുപ്പില്ലാത്തത് കൊണ്ട് നമുക്ക് തവി കൊണ്ട് കുത്താം. അങ്ങനല്ല, നന്നായിട്ട് അങ്ങോട്ട് കുത്തി ഇളക്കം അങ്ങോട്ടെ. ശരി, ഗൈസ്,
തൽക്കാലം ഇത് നമ്മുടെ തുടുപ്പായിട്ട് കരുതാം. എന്നിട്ട് നമുക്ക് ഇതും കൊണ്ട് കുത്തി ഇളക്കി നല്ല പൊളിയാക്കാം. ഉപ്പിട്ടല്ലേ? ശരിക്കും കുത്തങ്ങോട്ട്. ഇങ്ങോട്ട് തേച്ചടച്ച് അങ്ങോട്ട് കഴുകു. എനിക്ക് വിശന്നിട്ട് കയ്യും കാലും അനങ്ങുന്നില്ല. വല്ലപ്പോഴും ആട്ടോ ഈ അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുക. ഞങ്ങൾ സ്ഥിരം അങ്ങ് ഉണ്ടാക്കലൊന്നും ഇല്ല. എപ്പോഴും എന്തെങ്കിലും തട്ടിക്കൂട്ടൊക്കെയാണ് പരിപാടി. മിക്സായി മിക്സായി നോക്ക്. ഒരു തുടുപ്പ് സെത്തോട്ടി പോകുമ്പോഴേ ഒരു തുടുപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ കിട്ടുമായിരിക്കും. പിന്നെന്താ തുടുപ്പ് വാങ്ങിക്കാൻ കിട്ടും. അമ്മ വിളിക്കുമ്പോ ചോദിക്കും തുടുപ്പ് വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. എന്നുവെച്ചാ അത് തന്നെ ഉള്ളു. കരണ്ടിന്ന് ഉദ്ദേശിച്ചത് ഇതാണോ? തവി. തവി എന്താ നീ പറയുമ്പോ ആഹാ, ഞാൻ പറയുമ്പോ ഓഹോ. കരണ്ടി പോലും കരണ്ടി. ഞങ്ങൾ അത് കരണ്ടി എന്തിനാ ഉപയോഗിക്കുന്ന അറിയോ? തേക്കാൻ ഈ ഭിത്തിയൊക്കെ തേക്കുന്നവർ ആ കരണ്ടി ഇങ്ങെടുത്തെന്ന് പറഞ്ഞിട്ട് അതും കൊണ്ടാ തേക്ക. ഇതിന്റെ പേര് തവിന്ന. എന്താ ഒന്നും പറയാനില്ലത്. അപ്പൊ കൊഞ്ഞാൻ കുത്തി കാണിച്ചാ ഒന്ന് തിന്നു നോക്കട്ടെ ഇച്ചിരി എങ്ങനെയുണ്ട്. പൊളി സാധനം. സീരിയസ്ലി ഉണ്ടാക്കിയതിന്റെ ഒരു പറയല്ല കേട്ടോ. അടിപൊളി സാധനം. നോക്ക് നല്ല രസമുണ്ട് ഇല്ലേ? നല്ല രസമുണ്ട്. കപ്പ കണ്ടപ്പോ ഞാൻ വിചാരിച്ചത് കപ്പ അടിപൊളി ഒരു കപ്പയായിരുന്നു. നോർമലി കപ്പ വാങ്ങിച്ച കപ്പ കീറി കഴിയുമ്പോൾ അതിനകത്ത് കറുത്ത കളറുണ്ടാവും. ഞങ്ങളവിടെ കട്ടുപോയി എന്നാ പറയാ. കട്ടുപോയിന്നല്ല കട്ടായിന്നോ അങ്ങനെ കട്ട് പിടിച്ച കപ്പ അങ്ങനെ എന്തോ അതിനെ പറയാ വീട്ടിൽ. അങ്ങനെ ആകാതിരിക്കാൻ വേണ്ടി പണ്ട് മണ്ണിനടിയിലൊക്കെ കുഴിച്ചിടുകയൊക്കെ ചെയ്യുമായിരുന്നു. അതായത് കപ്പ നമ്മൾ കടയിൽ നിന്ന് ഒരുപാട് വാങ്ങിച്ചുകൊണ്ട് വന്നു, കുറച്ചുണ്ടാക്കി ബാക്കി കട്ട് പോകാതിരിക്കാൻ വേണ്ടി മണ്ണിനടിയിൽ കുഴിച്ചിടും. അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു കേട്ടോ. ഇത് പൊളി സാധനം. ഇത് സെപ്പറേറ്റ് ആയിട്ട് തിന്നാൻ തോന്നുന്നു. നമുക്ക് കുറച്ച് ബീഫ് കൂടെ വാങ്ങിച്ച് ഇതും കൂടെ തിന്നാലോ? വേണ്ട, ആശയം നിറഞ്ഞ കൊല്ലും. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് തൈരുണ്ടാക്കുക. ഇന്നലെ മോരുണ്ടാക്കാന്നായിരുന്നു വിചാരിച്ചത്. പിന്നെ അതിനുള്ളൊരു വഴി കിട്ടിയില്ല. അപ്പൊ പിന്നെ ഇനി നമുക്ക് തൽക്കാലം തൈര് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ആ, മോര് കറി. ഏതിനാ? മിൽമയുടെ അല്ലേ? മിൽമയാകുമ്പോ ഒരു വിശ്വാസമാണ്. കേരളം കണി കണ്ടുണ കേരളം കണി കണ്ടുണരുന്ന നന്മ മിൽമ. അത് അവിടെ തന്നെ ആടാട്ടോ, ഞാൻ ഉണ്ടാക്കിയല്ല. ഇതിനകത്ത് ഇനി എന്തൊക്കെയാ ഇടുന്നേ? ചോച്ചുവിന്റെ പാചകത്തിനെ അടിപൊളിയാക്കാൻ വേണ്ടി ഞാനൊരു പാട്ട് പാടിയല്ലോ. സീരിയസ്ലി? അയ്യോ വേണ്ട വേണ്ട, കപ്പയ്ക്കകത്തിട്ട് ഇതെല്ലാം കൂടെ ഇട്ടിട്ട് വയറെല്ലാം കൂടെ എരി കിട്ടും. അത് മതി. ഇതെല്ലാം കൂടെ എന്തിനാണ്? ഈ പെണ്ണ് എരി എന്ന് പറഞ്ഞ പ്രാന്താട്ടാ. അത് കിട്ടും. ഓക്കെ, പിന്നെ ഉപ്പിട്. ചോദിച്ചോ, പേടിക്കരുത്, ഞാനൊരു പാട്ട് പാടുക. ഐ ആം ഡെഡിക്കേറ്റിംഗ് ദി സോങ് ടു എനിക്ക് വേണ്ടി. എന്താ ഉപ്പ് ഒരുപാടായി പോവല്ലേ? അല്ലെ തന്നെ കപ്പയ്ക്കകത്ത് ഉപ്പ് ഉണ്ടിച്ചിട്ട് ഇല്ല. കറക്റ്റ് ഉപ്പാ, അതാ പറഞ്ഞ. ഇനി ഒരു ഇച്ചിരി കൂടെ കൂടി കഴിഞ്ഞാൽ പ്രശ്നം. വരമഞ്ഞലാടിയ രാവിന്റെ മാറിൽ ഒരു മഞ്ഞ തുള്ളി ഉറങ്ങി, മിഴിനേരമെന്തിനു തേങ്ങി നിലാവിൽ വിരഹമെന്നാരും ഉറങ്ങി, പുലരിതൻ കുങ്കനക്കുങ്കുമ. അപ്പൊ അടുത്ത പരിപാടി ഓക്കെ എന്നാ വറക്കാൻ പോകും. വറക്കാൻ എവിടെ പോകുന്നത്? ഇവിടെ തന്നെ വറക്കുന്നത്. അപ്പൊ ഇതാ ഞാൻ റെഡിയാക്കി വെച്ച കൊഞ്ചി ഇതിനകത്തേക്ക് വെക്കാൻ പോവുകയാണ് ഗൈസ്. ഞാൻ തോല പൊളിച്ചില്ലേ, പക്ഷെ കൊഞ്ഞു പോയായിപ്പോയി. അതിന്റെ സൗണ്ടാണ് കേട്ടാ, ഹൈലൈറ്റ് സൗണ്ടാ. കുരുമുളക് ഇട്ടോ? മണ്ടയ്ക്ക് വേണേ കുറച്ച് തൂകിയാ മതി. ഇങ്ങനെ വേണ്ട.
പോവുകയാണോ? നീ അടുത്തായിട്ട് ഭയങ്കര ചളിയാകുന്നുണ്ട് കേട്ടാ. ഞാനാണ് ചളി പറയുക. ചപ്പ് കൂടെ വെടുക്കായതല്ലേ. അതിനിക്ക് സമയം കൊടുക്കരുതെങ്കിൽ നോക്കി പഠിപ്പിച്ച വേറെ ആവൂല. എന്നാ പിന്നെ നമുക്ക് നോക്കി പഠിപ്പിക്കണ്ട ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മുടെ കൊഞ്ചു വറുത്തത് ആയിരിക്കുകയാണ്. എല്ലാം ഇങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. കപ്പ, തൈര്, ചമ്മന്തി, പ്രോൺസ് വിത്ത് കാന്താരി ആൻഡ് നമ്മുടെ പഴയനിക്ക് ആവശ്യമായിട്ടുള്ള ചോറ്. എൻ്റെ അമ്മ അവൾ ഏതാണ്ടിട്ട് കരിക്കുകയാണല്ലോ. നീ എന്താ കരിക്കുന്നേ? വന്നോ കഴിക്കാം. ചട്ടി കഴിക്കാലോ. ഈ കടകളിലൊക്കെ പഴകഞ്ഞി കിട്ടുന്ന ചട്ടിയിലല്ലേ? അതേപോലെ ചട്ടിയില് അത് അടിപൊളി ഐഡിയ ആയിരിക്കും. എന്നാ വെച്ചോ. പക്ഷെ ഒരു ചട്ടിയല്ലേ ഉള്ളൂ. ഒരു ചട്ടി കഴിക്കാം. ഒന്നിനും കഴിക്കാതെ. അത് ഭയങ്കര ഐഡിയ ആയിപ്പോട്ടാ. എന്നാ നമുക്ക് കടയിലൊക്കെ കാണുന്ന പോലെ തന്നെ പഴങ്ങിഞ്ഞി പക്ക ചട്ടിക്കകത്ത് തന്നെ നമുക്ക് കഴിക്കാം. പണ്ടുള്ളവർ അങ്ങനെയാണല്ലോ കഴിക്കുക. പണ്ടത്തെ മീനൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം മീനിന്റെ ചട്ടിക്കകത്തോട്ട് ചോറും ഇട്ട് അങ്ങനെയാണ് അവർ കഴിക്കുക. അതേ സിസ്റ്റം നമുക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മുടെ പഴങ്ങിഞ്ഞിക്കുള്ള എല്ലാ സാധനങ്ങളും സെറ്റായിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കഴിക്കാൻ വന്നത് ചട്ടിക്കകത്താണ്. പഴയ രീതിയിൽ തന്നെ പഴയ ആ ഒരു എന്താ പറയുക പാരമ്പര്യം എന്നല്ലേ പറയാം. പാരമ്പര്യം അല്ല എന്താ പറയുക, പഴയ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അങ്ങോട്ട് കഴിക്കാമെന്ന് വെച്ചു. പെട്ടെന്ന് നമ്മുടെ ചുറ്റിന് തോന്നിയൊരു ഐഡിയ ആണ്. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് നമ്മുടെ ചോറ് ഇതിനുള്ളിലേക്ക് ഒഴിക്കാം. ഇനി ഇതിലേക്ക് വേണ്ട സാധനം നമുക്ക് തൈര് ഒഴിക്കാം. ഇപ്പൊ തന്നെ വയല് വെള്ളം വരുന്നുണ്ട്. നമുക്ക് കുറച്ച് ചമ്മന്തി ഇടാം. ചമ്മന്തി ഇത്ര ഇരുന്നോട്ടെ, കുഴപ്പമില്ല, നല്ലതാ. ഇനി നമുക്ക് നമ്മുടെ കപ്പ അതിലേക്ക് ഇടാം. കപ്പ പറയാൻ വേണ്ട ഗൈസ്, നമ്മൾ വിചാരിച്ചതിലും നല്ല അടിപൊളിയായിട്ടുണ്ട് കപ്പ അല്ലേ ചോദിച്ചു? നല്ല ടേസ്റ്റ് അല്ലേ? അപ്പൊ ഇതാണ് നമ്മുടെ പഴങ്ങഞ്ഞിക്ക് വേണ്ടി എന്താ പറയാ, പഴങ്ങഞ്ഞിയുടെ ഒരു ഫൈനൽ രൂപം അല്ലേ. ഇതിന് നമ്മൾ മിക്സ് ചെയ്യും, വെള്ളം കൂടെ ഒഴിച്ചിട്ട് മൊത്തം കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്ത് വെള്ളം ഒഴിക്കാം. ഓക്കെ, ഇനി നമ്മൾ ഇതിൻ്റെ മെയിൻ പരിപാടി മിക്സ് ചെയ്യാം. എല്ലാ സാധനവും കൂടെ ചേർത്തിട്ട് ഇതിനകത്ത് നമുക്കിനി വേറെ സാധനങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇപ്പോൾ തലേദിവസം ചിക്കൻ കറിയാണെങ്കിൽ ചിക്കൻ കറിയുടെ ഗ്രേവി ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമ്മുടെ മീൻ കറിയാണെന്നുണ്ടെങ്കിൽ മീൻചാറ് ഉപയോഗിക്കാം. അതൊക്കെ വേറെ ലെവലായിരിക്കും. ഇത് നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ പെട്ടെന്ന് തട്ടിക്കൂട്ടിയൊരു പഴങ്ങിഞ്ഞി. സീരിയസ്ലി ഗൈസ്, വേറെ ലെവലാട്ടാ. ഇത് നമ്മൾ ഇന്നലെ ചോറൊക്കെ വെച്ചുകൊണ്ട് പക്ക ഒരു പഴങ്ങിഞ്ഞിയുടെ ഇത് തന്നെ ഉണ്ട്. അത്യാവശ്യം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് ഉപ്പിടേണ്ട വരും, നോക്കട്ടെ. അപ്പോ ഞാൻ കഴിക്കട്ടെ ചോദിച്ചു? ഓക്കെ. അയ്യോ, മെയിൻ സാധനം കാന്താരി. ഇതാണ് വേറൊരു വെറൈറ്റി സാധനം. വീട്ടിലാണെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, അമ്മ ഇതുപോലെ ഇളക്കിയതിന് ശേഷം അറിയും കാന്താരിയുടെ കാര്യം ഓർമ്മ വരിക. അപ്പം തന്നെ മുറ്റത്തോട്ട് ഇറങ്ങും. മുറ്റത്ത് 2-3 കൊല്ലം നിൽപ്പുണ്ട്. കൊല്ലാന്നാ പറയുക കാന്താരിയുടെ. അതിൻ്റെ ഒരു പരിപാടി അത് നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ഇട്ടിട്ട് നന്നായിട്ട് ഈ പൊട്ടിക്കണം. കാന്താരി, കാന്താരിയുടെ ഒരു മണവും അതിൻ്റെ ഒരു എരിയേക്കാൾ കൂടുതൽ അതിൻ്റെ ഒരു മണമുണ്ട് കാന്താരിക്ക്, ഒരു ഫ്ലേവർ. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ചു നോക്കാം. ഓക്കെ ചോദിച്ചു, വീഡിയോ പിടിച്ചോളൂ. വീഡിയോ പിടിക്കുന്നുണ്ട്. തട്ടിപൊളി. നല്ല നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് പറയുന്നല്ലേ, വേറെ ലെവലില് ടേസ്റ്റ് ഉണ്ട്. ഓ, എരി എല്ലാം ഉണ്ട്. ഇച്ചിരി ഉപ്പ് വേണം. നമ്മളെ ആ കണക്കിന് ഉപ്പായിട്ടില്ല. ഉപ്പ് ഇച്ചിരി എടുത്താൽ മതി കഴിഞ്ഞിട്ട്. വേറെ ലെവല്. നമുക്കിനിയിപ്പോ കുടിക്കാൻ പോവുകയാണ്. കഴിച്ചേ. എങ്ങനെയുണ്ട്? എനിക്ക് കൊതിയാകുന്നു. അടിപൊളിയാ.
നല്ല രസമുണ്ട്. ഇത് രണ്ട് രീതിയിൽ കഴിക്കാം നമുക്ക്. ഒന്ന് ഇപ്പൊ കഴിച്ച പോലെ കഴിക്കാം, പിന്നെ വേറൊരെണ്ണം എന്ന് പറയുന്നത് ആയിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നില്ല, കാണിച്ചു തരാം. ഇങ്ങനെ ഒരു കാന്താരി കൈ പിടിക്കുക, ഒരെണ്ണം കഴിക്കുക, കാന്താരി കഴിക്കുക, എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുക. അങ്ങനെ കഴിക്കാറുണ്ട് വീട്ടിൽ, അമ്മ എങ്ങനെ കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കാന്താരിക്ക് ഭയങ്കര എരിയാണ്, ഇതിന് പ്രത്യേകിച്ച് നല്ല എരിയാന്ന് തോന്നുന്നു, വെളിയിൽ നിന്ന് വാങ്ങിയതാ. നിനക്ക് വേണോ? യു വാണ്ട് ട്രൈ? നല്ല എരിയായിരിക്കേ. എന്നാ പിന്നെ നമുക്ക് നോക്കാം. കഴിച്ചേ. ഓക്കേ, ഞാൻ കഴിക്കാൻ പോവാ. എരിച്ചിട്ടൊന്നും പറയരുത് കേട്ടോ. ഇച്ചിരിയും കഴിച്ചത്, അതിന്റെ അറ്റം മാത്രം. കാറ്റും എല്ലാം പോകുന്നുണ്ട് വീടില്. എരി ഉണ്ടോ? അല്ലേ, സൂപ്പറാ. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം. ഇന്ന് വിചാരിച്ച് ഇന്ന് തന്നെ ചെയ്യാം. പിന്നെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടുവളപ്പിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ തൈരുണ്ട്, കപ്പയുണ്ട്, സമ്മന്തിയുണ്ട്, പ്രോൺസ് പിന്നെ നമ്മൾ വാങ്ങിച്ചപ്പോൾ അത് ചെറുതായി പോയി, കുറച്ച് ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് വറക്കണം എന്നുള്ള അവളുടെ ഒരു ആഗ്രഹം കൊണ്ട് അങ്ങ് സെറ്റാക്കിയതാ. പിന്നെ അതും ഇതിനകത്തിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. പഴങ്കഞ്ഞിയുടെ ഏറ്റവും മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് മിക്സിംഗ് ആണ്. എല്ലാ സാധനങ്ങളും ഇട്ട് മിക്സ് ചെയ്യുക. തലേ ദിവസം വെക്കുന്ന ബാക്കി വരുന്ന എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്ത് രാവിലെ തിന്നുക. അതാണ് പഴങ്കഞ്ഞി എന്ന് പറയുന്നത്. നല്ല പ്രോൺസ് ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ, അടിപൊളി സാധനമായിരുന്നു. ആ വലുത് നമ്മൾ ചെയ്തില്ല, വലുത് നമ്മൾ ഗ്രില്ലിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാ. നോക്കാം, അത് വേറെ നമ്മൾ കാണിച്ചു തരാം. എൻ്റെ പൊന്ന് ഗൈസ്, ഇതിൻ്റെ ടേസ്റ്റ് പറഞ്ഞു തരാൻ പറ്റൂല കേട്ടോ. ഇല്ലേ, നമ്മൾ എത്ര എന്താ പറയാ, നമ്മൾ മലയാളികൾ എന്ത് കുന്തം കഴിച്ചാലും ശരി, ഇമാതിരി സാധനങ്ങളുടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ. എല്ലാം ഉണ്ട് അതിനകത്ത്. തൈരുണ്ട്, കപ്പയുണ്ട്, സമ്മന്തിയുണ്ട്, പ്രോൺസ് ഇട്ടിട്ടുണ്ട്, കാന്താരി ഉണ്ട്, വെള്ളം ഒഴിച്ചിട്ടുണ്ട്, മൊത്തത്തിൽ ചോറ്, വേറെ വേറെ ലെവല് സാധനം. തിന്നണ വർത്താനം പറയണമെന്ന് അറിയില്ല. അപ്പോ ആ കൊഞ്ച് തീർന്ന നിന്നെ ഞാൻ കൊല്ലും. അവിടെയുള്ള മൊത്തം കൊഞ്ച് നീ അതിന്. ഇനി ആകെ ഒരു ഒറ്റ കൊഞ്ചേ ഉള്ളൂ. ഇതാണ് നമ്മള് ചോദിച്ചു പാവമായിരിക്കും, പക്ഷെ കൊഞ്ച് പാവല്ല. അത് ഞാൻ തരൂല. വേറെ കാര്യം ചെയ്യും. ചെറുപ്പത്തിൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോൾ മഞ്ചിന്റെ മുട്ടായി വാങ്ങിച്ചിട്ട് അനിയന് കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് പഠിക്കുക എന്ന് പറഞ്ഞ് ക്ലാസ് മറ്റേ റൂമിനകത്ത് കയറിയിട്ട് കഥവ് കുറ്റിയിട്ടിട്ട് നമ്മളെ കമ്പിളിക്കകത്ത് വെച്ച്, അത് നമ്മുടെ അന്ന് അവിടെ TV ഒന്നും ഇല്ലല്ലോ. അപ്പൊ നമ്മൾ ഇത് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ അനിയനോ അല്ലെങ്കിൽ അപ്പുറത്തെ ഇപ്പുറത്തിരിക്കുന്ന അമ്മയൊക്കെ കേൾക്കും. ചെറിയ വീടാണല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കമ്പിളി വെച്ചിട്ട് കമ്പിളിക്കകത്ത് ഈ മഞ്ച് വെച്ചിട്ട് ഇങ്ങനെ തുറക്കും. അപ്പൊ ഈ പൊട്ടുന്ന സൗണ്ട് വെളി കേൾക്കത്തില്ല. എന്നിട്ട് അതെടുത്ത് തിന്നുമായിരുന്നു. അമ്മാതിരി ദാരിദ്ര്യവതിയായി. അതുകൊണ്ട് ദയവ് ചെയ്ത് ആ കൊഞ്ചവിടെ വെച്ചറിയില്ല, ഇതിനെ കൊല്ലും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ഇത് തിന്നുമ്പോൾ പഴയ കുറേ നൊസ്റ്റൂസ് വരും. ഞാൻ വളർന്നത് എൻ്റെ അമ്മ വീട്ടിൽ നിന്നിട്ടാണ്, അമ്മയുടെ വീട്ടിലായിരുന്നു. അപ്പൊ അമ്മയുടെ വീട്ടിൽ ഞാൻ, വല്യച്ഛൻ, വല്യമ്മ, ഞങ്ങൾ 3 പേരാ ഉണ്ടാകുക. അപ്പൊ അമ്മ എനിക്ക് രാവിലെ തരുന്ന സാധനങ്ങളാണ്. ഒന്ന് നീ കഴിച്ചിട്ടുണ്ടെന്ന് പറയണം, പാലിനകത്ത് പച്ച മുട്ട പാലിനകത്ത് ഒഴിച്ചിട്ട് നന്നായിട്ട് അടിച്ചിട്ട് ആ പാല് കുടിക്കാൻ തരും. ഒന്ന് അതാണ് ഈ വേണ്ട ഇതിന്റെ രഹസ്യം. രണ്ടാമത്തെ കാര്യം പിന്നെ പഞ്ഞിപ്പുല്ല് എന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയാ, നമ്മൾ പുട്ടുണ്ടാക്കിയ സാധനം ഇല്ലേ, റാഗിപ്പൊടിയാണെന്നാ തോന്നുന്നത്. അങ്ങനെ തോന്നുന്നത്, എനിക്കും അറിയില്ല. പഞ്ഞിപ്പുല്ല് അരകല്ലെ വെച്ച് അരച്ച് അത് വെച്ചിട്ട് പഞ്ഞിപ്പുല്ല് വെച്ചിട്ട് ഒരു എന്താ പറയാ, ഒരു കുഴമ്പ് രൂപത്തിലാക്കി അങ്ങനെ ഒരു സാധനം തരും. അതെനിക്ക് മുത്താരയാണെന്ന സാധ്യത. അത് വളരെ നല്ലതായിരുന്നു കേട്ടോ. അത് ഒന്ന്. രണ്ടാമത്തെ സാധനം ഇത് ഇനി വർത്താനം പറഞ്ഞു കഴിഞ്ഞാൽ തിന്നാ മതി. ഇവിടെ ഇത് എന്നും കിട്ടുന്ന ഒരു സാധനമാണ്. ഞങ്ങളുടെ അവിടെ കപ്പ ഉണ്ടാവും. കപ്പ വാട്ടി വെക്കും. അതായത് പഴയ കാലത്തുള്ള ആളുകൾ കപ്പ വാട്ടിയിട്ട് അവരുടെ ഒരു വർഷത്തേക്കുള്ള കരുതലായിട്ടാണ് ആ കപ്പേനെ കാണുക. എൻ്റെ വല്യച്ഛൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു. കപ്പ വാട്ടുക എന്ന് പറഞ്ഞാൽ അടുത്തുള്ള വീടുകളിൽ നിന്നെല്ലാം എല്ലാവരും വന്നിട്ട് കപ്പ എല്ലാം കൂടെ, ഒരു കപ്പ കൃഷി ഉണ്ടാവും. കപ്പയെല്ലാം പറിച്ച് നന്നായിട്ട് അതിനെ അരിയുന്നത് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ നീളമുള്ള കപ്പയാണ് ഇങ്ങനെ കൂടെ അരിയുക. ഒരു മുട്ട കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കും, ആ രീതിയിൽ കപ്പ അരിയും. എന്നിട്ട് അങ്ങനെ അരിഞ്ഞിട്ട് അതിനെ നമ്മൾ തീയിലിട്ട് വാട്ടും എന്ന് പറഞ്ഞാൽ തീയിൽ ഡയറക്റ്റ് അല്ല, തീയുടെ മുകളിൽ ചരുവം വെച്ച് അതിനകത്ത് വെള്ളം ഒഴിക്കും. നമ്മൾ അരി വേവിക്കൂലേ, ആ അരി വേവിക്കുന്ന പോലെ തന്നെ തീർക്കത് പ്ലീസ്. അരി വേവിക്കുന്ന പോലെ തന്നെ വലിയൊരു അണ്ടാവിനകത്ത് ഈ കപ്പ ഒരുപാടുണ്ടാവും കേട്ടോ, ഒരുപാട്. അതായത് ഇത് വാട്ടി കഴിയുമ്പോൾ തന്നെ ഏകദേശം എനിക്ക് 3-4 ചാക്ക് കിട്ടും. അപ്പൊ അത് അതിനകത്ത് ഇട്ട് വാട്ടിയ സാധനം വെയിലത്തിട്ട് ഉണക്കി, എന്നിട്ട് അത് ചെറിയ രൂപത്തിലാക്കിയിട്ട്
നമ്മുടെ നോർമൽ ചാക്കിനകത്താക്കി വെക്കും. അത് ആ ഒരു വർഷത്തേക്കുള്ള ഒരു കരുതൽ പോലെ അവിടെ. എന്താണെന്ന് വെച്ചാൽ എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് രാവിലെ എടുത്ത് ഇതുപോലെ വേവിച്ച് തിന്നും. അന്നെന്ന് വെച്ചാൽ ഈ അരി ആഹാരവും അങ്ങനെയുള്ളതൊക്കെ വളരെ റെയറായിട്ടാണല്ലോ. അപ്പം അതൊക്കെ എനിക്കിത് തിന്നുന്ന സമയത്ത് ഓർമ്മ വരുന്നുണ്ട്. ഓക്കെ, അതിനെ വാട്ടുകപ്പാന്നാ പറയാ. നീ കണ്ടിട്ടുണ്ടോ? അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഇന്ന് രാത്രിയിൽ ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്, ഇന്ന് രാവിലെ തന്നെ കപ്പ വെള്ളത്തിലിടണം. കാരണം അത്രയും ഹാർഡായിരിക്കും കപ്പ. ഉണക്കി എടുക്കുന്നതാണല്ലോ വാട്ടിയിട്ട്. അപ്പം അത് ഇന്ന് രാവിലെ തന്നെ വേറെ ലെവലാ. ഈ കപ്പയുടെ ടേസ്റ്റ് അല്ല കേട്ടോ, ഈ കപ്പ തിന്നുന്ന ടേസ്റ്റ് അല്ല. അതിന് വേറൊരു ടേസ്റ്റ്, ഇച്ചിരി കൂടെ ഹാർഡും ആയിരിക്കും. വേറൊരു ടേസ്റ്റാ, വേറെ തന്നെ ഒരു ടേസ്റ്റ്. അതിന്റെ കൂടെ നല്ല എരിയൊക്കെ ഇട്ട് ഒരു കലക്കൻ ചിക്കൻ കറിയും കൂടെ ഉണ്ടെങ്കിൽ വേറെ ലെവല. രാവിലെ വെള്ളത്തിലിടും, രാവിലെ വെള്ളത്തിലിട്ട് വൈകിട്ടാകുമ്പോൾ തന്നെ കുതിരിട്ട് അതിന്റെ ചെറിയൊരു തൊലിയോ എന്തോ ഉണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. അത് ഇളക്കി നമ്മൾ പിന്നെ നോർമൽ വേവിക്കുന്ന പോലെ തന്നെ അതിനെ വേവിക്കും. അങ്ങനെയാണ് അത് തിന്നുക. അതിന് ഈ ടേസ്റ്റ് അല്ല, വേറൊരു ടേസ്റ്റാണ്. ഓക്കെ, അതും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കുറച്ച് കപ്പ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുത്ത് വീട്ടിൽ വെച്ച് തന്നെ വെള്ളം ഒഴിക്കുക, വാട്ടുക. ഉപ്പ് ഒന്നും ഇടണ്ട, ജസ്റ്റ് വാട്ടുക. എന്നിട്ട് അത് ഒരു കവറിനകത്ത് വെയിലത്തിട്ട് ഉണക്കുക. എന്നിട്ട് അത് എടുത്ത് വെക്കുക. എന്നിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ എടുത്ത് വെള്ളത്തിലിട്ട് കുതിർത്ത് വൈകിട്ടാകുമ്പോഴത്തേന് തിന്നു നോക്കുക. അതിന് എൻറ്റയർലി വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഓക്കെ, നീ കുറെ തിന്നതാ. ഈ ഒരു സാധനം കൊണ്ട് വെച്ച് കഴിയുമ്പോൾ വേറെ ലെവലാട്ടാ. നിന്റെ ഐഡിയ അടിപൊളിയായിരുന്നു. ഞാൻ എല്ലാരും കൊണ്ട് ഇങ്ങനെ ഭയങ്കര കുടിക്കാൻ പറ്റുന്നു. ഇങ്ങനെ ഇടക്കിടക്ക് കേൾക്കുന്ന നമ്മുടെ ജിമ്മിലെ ആശാൻ കണ്ടു കഴിയുമ്പോ എന്തു പറയുന്ന അറിയില്ല. ഭയാനകമായ ഡയറ്റിലാ. ഓ, പിന്നെ അതൊരു ഫൈനൽ സാധനം കൂടെ ഉണ്ട് കേട്ടോ, അത് ഞാൻ കാണിച്ചു തരാം. ഇതിന്റെ വെള്ളം വല്ലാത്ത ഔഷധ ഗുണമുള്ളൊരു വെള്ളം തന്നെയാണ്. പിന്നെ അതെല്ലാം നാച്ചുറൽ ആയിട്ടുള്ള സാധനമല്ലേ ഉള്ളൂ. നാച്ചുറൽ അല്ലാത്ത വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇതാണ് പഴങ്കഞ്ഞി സൂപ്പ്. അങ്ങനെ പറയാട്ടോ, പഴങ്കഞ്ഞി സൂപ്പ് എന്ന് പറയാം. ആൻഡ് ദിസ് തിങ് ഈസ് നമ്മൾ കുടിക്കുന്നത് അടിപൊളിയായിട്ട്. സീരിയസ്ലി മറ്റേ കടയിലൊക്കെ സൂപ്പൊക്കെ വേറെ മാറി നിൽക്കൂട്ടാ. ഇങ്ങനെയുണ്ട്, അത്രയും കുടിച്ചാൽ മതി. എങ്ങനെയുണ്ട് ഞങ്ങളുടെ പഴകിനി കഥ? അപ്പൊ ഗൈസ്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. ലെവല് സാധനമായിരിക്കും. ഒരു സംതൃപ്തിയുടെ എനിക്ക് കേമ്പക്ക. ഞാൻ തോറ്റി. എന്താണ് ഏമ്പക്കം? തീർന്നിരിക്കും. അപ്പൊ ഓക്കെ, നമുക്ക് മറ്റൊരു അടിപൊളി ബ്ലോഗുമായിട്ട് അതാണ്